കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ സമയം തുടർന്ന് അല്പനിമിഷങ്ങൾ ഞങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ആത്മീയ വർധനവിനും അതിലുപരിയായി കർത്താവിൻ്റെ പുണ്യനാമത്തിൻ്റെ പുകഴ്ചയ്ക്കും കാരണമാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ. ഞങ്ങൾക്ക് ഇത് നിത്യതയിൽ പ്രയോജനപ്പെടുന്നതിന് ഇടയാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ദയവായിട്ട് വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. 1 Corinthians chapter 1 and verse 40. Verse 20. മതിയാവും, ആ ഒരു വാക്യം മതിയാവും. കഴിഞ്ഞ ആഴ്ചയിൽ ഇതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ചില വിഷയങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കൊരിന്തിലുള്ളതാകുന്ന പ്രത്യേക പശ്ചാത്തലത്തിൻ്റെ സാഹചര്യത്തിലാണ് ഈ ദൈവവചനവും എഴുതിയിരിക്കുന്നത്. കൊരിന്തിലുള്ളവർ they are already complete. അവർ തികഞ്ഞിരിക്കുന്നു. ഞങ്ങളെ കൂടാതെ നിങ്ങൾ വാഴുന്നവരായി എന്നൊക്കെ പറഞ്ഞ് പൗലോസ് അവരുടെ ആ അഹംഭാവത്തിന് ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഞങ്ങളിപ്പോഴും എന്തായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് താഴോട്ടുള്ള ആ വേദഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. തൻ്റെ അപ്പോസ്തോലികമാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് താൻ പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, യു ഹാവ് ലോട്ട് ഓഫ് ടോക്ക്, യു ടോക്ക് അബൌട്ട് തിങ്സ്. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ, നിങ്ങൾ വാക്കിൽ നിങ്ങൾക്ക് ഇഷ്ടം സംസാരിക്കുക, വചനത്തിലല്ല എന്നതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ NIV ഉണ്ടോ ആരുടെയും കൈവശം? സംബടി. For the kingdom of God is not a matter of talk. സംസാരത്തിലല്ല. കൊരിന്തിലെ പ്രശ്നം അതായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ തികഞ്ഞിരിക്കുന്നെന്നും നിങ്ങൾക്ക് മനുഷ്യൻ്റെ പുകഴ്ചയും ഇതൊക്കെയാണല്ലോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ടോക്ക്. അതാണ് ദൈവരാജ്യം. വചനത്തിലല്ല എന്നെഴുതിയേക്കുന്നത്. വചനത്തിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവവചനമെന്നല്ല. അതിൻ്റെ അർത്ഥം ടോക്ക്, വാക്കുകളിലല്ല, നിങ്ങളുടെ വാക്കുകളിലല്ല, നിങ്ങളുടെ സംസാരത്തിലല്ല. പിന്നെ ദൈവവചനമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവ രാജ്യമെന്ന് പറഞ്ഞാൽ അത് ശക്തിയാകുന്നു. ഈ ദൈവശക്തി എന്താണ് ചെയ്തത്? അത് പൗലോസ് ആദ്യമേ വിശദീകരിച്ചതാ. യവനന്മാരാകട്ടെ യഹൂദന്മാരാകട്ടെ അവർക്കിത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു. അതിൻ്റെ 18-ാമത്തെ വാക്യം, അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളും താഴോട്ടും ഒക്കെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ദൈവരാജ്യം കേവലം സംസാരമല്ല. ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ടോക്ക്. അതുകൊണ്ടാണ് ഒന്നിനും കൊള്ളാത്തവരെന്ന് ലോകം വിധി എഴുതിയ കൊരിന്ത്യരെ ദൈവമക്കളാക്കിയത്. ബലവാന്മാരേറെയില്ല, ജ്ഞാനികളേറെയില്ല, മഹത്തുക്കളേറെയില്ല. അവരെ ദൈവത്തിൻ്റെ മക്കളാക്കിയതിൻ്റെ കാരണം ഇത് ചുമ്മാതൊരു ഫിലോസഫി ആയതുകൊണ്ടല്ല. പിന്നെയോ ഇത് തത്വചിന്തയും ഫിലോസഫിയും അല്ല, നേരെ മറിച്ച് ഇത് ദൈവശക്തി ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സഹോദരങ്ങളെ, ഇത് ചുമ്മാതെ അധരചർവണം ചെയ്യുന്ന കാര്യമല്ല. ദിസ് ഈസ് റിയാലിറ്റി. ഇറ്റ് ഈസ് ലൈഫ് ചേഞ്ചിങ്. ഇത് ജീവിതത്തെ മാറ്റുന്നതാണ്. ഇത് ഭയങ്കര ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് പലപ്പോഴും പറഞ്ഞ ഒരു കാര്യം,
ദൈവം പൗലോസിനോട് പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ശരിക്കും മനസ്സിലായി പൗലോസിന് കാര്യം എന്താ. കാരണം ദൈവത്തിൻ്റെ രാജ്യമെന്നുള്ളത് ഇറ്റ് ഈസ് സച്ച് എ വണ്ടർഫുൾ പവർ. ചിന്തിക്കാൻ കഴിയുന്നതിലും വളരെ ശക്തിയുള്ളതാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിന് ഇറ്റ് ഈസ് എ പ്രസന്റ് റിയാലിറ്റി. ഇപ്പോഴുള്ള ഒരു യാഥാർത്ഥ്യമാ ദൈവരാജ്യം. ഞാൻ വിശദീകരിക്കാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം ഇത് എനിക്കറിയാം, ഇത് അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ശ്രദ്ധിക്കാതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടും പിടികിട്ടത്തില്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് പൗലോസിന്റെ വാക്കിൽ താൻ പറയുകയാണ്, ഇത് ശക്തിയാ. എന്തുകൊണ്ടാണ് ഇത് ശക്തിയായിരിക്കുന്നത്? ഇത് ഇന്നൊരു പ്രസന്റ് റിയാലിറ്റിയാ, ഇന്നിത് സത്യമാ. മാത്രമല്ല ഇത് ഭാവിയിൽ നിറവേറാനും കൂടെ പോകുന്നത്. ഈ രണ്ട് അർത്ഥത്തിലും പൗലോസ് ദൈവരാജ്യം എന്നുള്ളതാകുന്ന ആ ചിന്ത താൻ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഇത് പ്രസന്റ് റിയാലിറ്റിയാ, ഇപ്പോഴത്തെ യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഇത് വരാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. രണ്ടർത്ഥങ്ങളാണ് ഇതിനുള്ളത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുമുണ്ട്, വരാനും പോകുന്നു. വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് അനേക വാക്യങ്ങൾ ഞാൻ കാണിക്കാം. എന്നാൽ പ്രാഥമികമായിട്ട് ഈ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പൗലോസ് പറയുകയാണ്, ഈ ദൈവരാജ്യത്തിന്റെ ശക്തി നിമിത്തമാണ്. കൊലോസ്യ ലേഖനം 1:13, ഈ ദൈവരാജ്യം ശക്തിമത്തായതുകൊണ്ടാണ് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന, ജാതികളായിരുന്ന നിങ്ങളെ എന്ത് ആക്കി തീർത്തു? കൊലോസ്യർ 1:13. നോക്ക്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കി. അപ്പൊ ഭാവിയിൽ പിന്നെ വിടുവിച്ച്, ശ്രദ്ധിച്ച്, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. അപ്പൊ ഇറ്റ് ഈസ് എ പ്രസന്റ് റിയാലിറ്റി, ഇപ്പോഴത്തെ കാര്യം. ഇനി അത് മാത്രമല്ല, പൗലോസ് പറയുന്നത് ഇത് ഭാവിയിൽ നമ്മൾ പ്രാപിക്കാൻ പോകുന്ന കാര്യം കൂടെയാണ്. അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, അവർ പറയുന്നത് എന്തുവാ, ഞങ്ങൾ ഇപ്പൊ തന്നെ വാഴുകയാണെന്നും ഞങ്ങളെല്ലാം തികഞ്ഞെന്നും പറയുമ്പോൾ പൗലോസ് പറയാം, നോ, അങ്ങനൊന്നും അല്ല, തികഞ്ഞൊന്നുമില്ല, ഇത് പ്രസന്റ് റിയാലിറ്റിയാ. പക്ഷെ നിങ്ങൾ പറയുന്ന പോലല്ല. നിങ്ങളെ സ്നേഹസ്വരൂപനാകുന്ന പുത്രന്റെ രാജ്യത്തിലാക്കി, കാര്യം ശരിയാ. പക്ഷെ ഇനി അത് പ്രാപിക്കാൻ പോകുന്നതാകുന്ന ഒരു സത്യം കൂടാ. അതുകൊണ്ടാണ് ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ. അവരോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് താഴോട്ടൊരു ലിസ്റ്റ് പറയുക. അപ്പൊ ആദ്യം പറഞ്ഞു, സ്നേഹസ്വരൂപനാകുന്ന പുത്രന്റെ രാജ്യത്തിൽ നിങ്ങൾ ആയിരിക്കുകയാണ്. പക്ഷെങ്കിൽ അതേ സമയം പറയുകയാണ്, അന്യായം ചെയ്യുന്നവൻ എന്താകത്തില്ല, ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇത് പറഞ്ഞത് വിശ്വാസികളോടാണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവരാജ്യത്തിന് ഇതൊരു പ്രസന്റ് റിയാലിറ്റി ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഒരു ഭാവിയിൽ സംഭവിപ്പാൻ, ഭാവിയിൽ നേടുവാൻ പോകുന്ന അവകാശമായും ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് മറന്നു പോകരുത്. ആകട്ടെ, ഈ വിഷയത്തെ നമ്മൾ അല്പം വിശദമായിട്ട് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ദൈവം അനുവദിച്ചാൽ നമ്മൾ വിശദമായി ചിന്തിപ്പാൻ താല്പര്യപ്പെടുക. അത്ര വിശദമായി ചിന്തിപ്പാൻ നമുക്കൊക്കത്തില്ല. കാരണം ദൈവവചനത്തിൽ ഈ ഉപദേശം വളരെ, പുതിയ നിയമത്തിൽ വളരെ പ്രാധാന്യതയോടെ, വളരെയധികം വേദഭാഗത്ത് വിസ്തരിച്ച്
ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും വിശദമായി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് തന്നെ ദൈവരാജ്യമെന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരു പക്ഷേ വിശദമായിട്ടല്ലെങ്കിലും അല്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന്, ഇങ്ങനെ ഉള്ള ചിലർ ദൈവരാജ്യം അവകാശമാക്കുകയല്ലെന്ന് പറയുന്നു. അപ്പം അങ്ങനെയെങ്കിൽ നമ്മിൽ ആർക്കെങ്കിലും ഇത് അവകാശമാകാതെ പോയാലോ എന്ന് വിചാരിച്ചാണ് ഈ വിഷയം സംസാരിപ്പാൻ എനിക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ സ്വർഗത്തിൽ നിത്യതയിൽ ചെല്ലുമ്പോഴേ നിത്യതയിൽ നമുക്ക് പശ്ചാത്തപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. നിത്യതയാ വലുത്. ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ആയുസ് കൊണ്ട് തീരും. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് കരുതാമെന്നും നടത്താമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതങ്ങ് വിശ്വസിച്ചേച്ചാൽ മതി. അതിൽ കൂടുതലായിട്ട് അതിനുവേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. യേശു കർത്താവ് തന്നെയാണ് അതിന് ഏറ്റവും നല്ല മാതൃക. നമ്മൾ ദൈവത്തിൻ്റെ വചനം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പം ഈ ഭൂമിയിലെ വസ്തുക്കളെ കർത്താവ് ഉപയോഗിച്ചു, യാതൊരു സംശയവുമില്ല. കർത്താവ് ഏറ്റവും കുറഞ്ഞത് ഒരു 18 വർഷം, 18 എന്ന് പറയുന്നത് ഒരു റഫ് എസ്റ്റിമേറ്റാ. 12-ാം വയസ്സ് തൊട്ട് 30-ാം വയസ്സ് വരെയുള്ള ഒരു കണക്ക് ഞാൻ അങ്ങ് എടുത്തതേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞത് ഒരു 18 വർഷങ്ങൾ കർത്താവ് ഒരു തച്ചൻ്റെ പണിശാലയിൽ ജോലി ചെയ്തു. ന്യായമായിട്ട് മനസ്സിലാക്കാം, അതിനൊരു സംശയമില്ല. കാരണം ഇവൻ തച്ചൻ്റെ മകനല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാകട്ടെ. അത് മാത്രമല്ല, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിൽ എല്ലാ ബാലകന്മാരും അഭ്യസിച്ചിരിക്കുക എന്നുള്ളത് അവരുടെ നിഷ്ഠയായിരുന്നു. എത്ര വിദ്യാഭ്യാസമുള്ളവനാണേലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അവനൊരു കൈത്തൊഴിൽ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് ഭയങ്കര ധനികനായിട്ടും ഒരു പണി അറിയായിരുന്നു. എന്തായിരുന്നറിയോ? കൂടാരപ്പണി. അതായതിൻ്റെ കാരണം അവരുടെ നിഷ്ഠയായിരുന്നു. അതുപോലെ തന്നെ യേശു കർത്താവിൻ്റെ തൊഴിൽ ഈ ഭൂമിയിൽ അവിടുന്ന് ജീവിച്ചപ്പം ഈ 18 വർഷങ്ങൾ ഏറ്റവും കുറഞ്ഞത് ജോലി ചെയ്താ ജീവിച്ച്, ഒരു സംശയമില്ല. പിന്നെ 3.5 വർഷങ്ങളാണ് അങ്ങനെ പണി ചെയ്യാതെ മറ്റുള്ളവർ തന്നെ സപ്പോർട്ട് ചെയ്തത്. അതിനും ദൈവവചനത്തിൽ കർത്താവാണ് മാതൃകയാണ്. എന്നാൽ ഈ 18 ചുരുങ്ങിയ വർഷങ്ങൾ കർത്താവ് ഈ ഭൂമിയിൽ ജോലി ചെയ്തു, ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഉപയോഗിച്ചു, ഇതെല്ലാം ഉപയോഗിച്ചു. കർത്താവ് ഇതൊന്നും ഉപയോഗിക്കാതൊന്നും ഇരുന്നിട്ടില്ല, എല്ലാം ഉപയോഗിച്ചു. എന്നാൽ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. കർത്താവിൻ്റെ മാതാവ് മറിയ, ദൈവവചനപ്രകാരം നമുക്ക് തിരിച്ചറിയാൻ കഴിയും, അവൾ വിഡോവ്ഡ് ആയിരുന്നു. അവളുടെ ഭർത്താവ് മരിച്ചുപോയെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആദ്യം യോസെഫിനെ കുറിച്ച് പറയുന്നു, പിന്നീട് യോസെഫിനെ കുറിച്ച് പറയുന്നില്ല. അപ്പം ന്യായമായിട്ട് അദ്ദേഹം മരിച്ചുപോയി എന്ന് കരുതാം. അതുകൊണ്ടാണ് മറിയയുടെ മകനല്ലയോ എന്നൊക്കെ പിന്നീട് പറയുന്നത്. എന്നാൽ ആദ്യം പറയുന്നത് എന്നാ, ഇവൻ യോസെഫിൻ്റെ മകൻ. പിന്നീട് മറിയയുടെ മകൻ എന്ന് പറയുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെ. അല്ലാതെ ചുമ്മാതെ കർത്താവിന് അപ്പനില്ലായിരുന്നെന്ന് പറയുകയൊന്നും അല്ലായിരുന്നു. ആകട്ടെ, ഞാനത് മുൻപോട്ട് വരട്ടെ. അപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഓരോ ദിവസവും അവിടുന്ന് അധ്വാനിച്ചു. തൻ്റെ പിന്നിലുള്ള തൻ്റെ സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട്. തൻ്റെ മാതാവിനെ സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം മൂത്ത മകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ നിഷ്ഠയനുസരിച്ച് മൂത്ത മകന് ഭയങ്കര ഉത്തരവാദിത്വമാണ്. അപ്പം നിശ്ചയമായിട്ടും ന്യായപ്രമാണത്തിന് കീഴടങ്ങിയ, ന്യായപ്രമാണത്തിൻ്റെ സകല നീതിയും നിർവഹിച്ച കർത്താവ് ഒരു സാധാരണ യഹൂദനേക്കാളും
വ്യക്തതയോടെ ഈ കാര്യങ്ങൾ ചെയ്തു. ന്യായമായിട്ട് ചിന്തിക്കാം. കാരണം കർത്താവ് ന്യായപ്രമാണത്തെ അഴിപ്പാനല്ല, പിന്നെയോ നിവർത്തിക്കാനാണ് വന്നത്. ഇത് നിവർത്തിച്ചെന്നാ പറഞ്ഞു. അപ്പം നിവർത്തിച്ചു. ഇത് ന്യായമായിട്ട് ചിന്തിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഓരോ ദിവസവും വൈകുന്നേരം ഈ പണി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം കർത്താവ് ചിന്തിച്ചത് എന്തായിരിക്കും? കർത്താവ് ചിന്തിച്ചത് എന്തായിരിക്കും? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. എൻ്റെ ചിന്തയിൽ കർത്താവ് ചിന്തിച്ചത് ഇതായിരിക്കാം. ഒരു പക്ഷെ ചിലർ ചിന്തിക്കും കർത്താവ് ചിന്തിച്ചത് എൻ്റെ ബിസിനസ് ഇച്ചിരി കൂടെ ഒന്ന് വിപുലപ്പെടുത്താൻ എങ്ങനെ കഴിയും. രാത്രി മുഴുവൻ ഇങ്ങനെ സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു. നോ, അങ്ങനെ അല്ലെന്ന് ഞാൻ പറയാം, തെളിയിക്കാം. കർത്താവ് ചിന്തിച്ചത് എനിക്ക് മിനിമം റിക്വയർമെന്റ്, എൻ്റെ ജീവിതത്തിന് ആവശ്യമായത് ചെയ്തിട്ട് എൻ്റെ മാക്സിമം ടൈം എൻ്റെ പിതാവിനൊപ്പം ചെലവഴിക്കാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്ന് തന്നെയാണ് കർത്താവ് ചിന്തിച്ചത്. കർത്താവ് ചിന്തിച്ചത് എനിക്ക് ആരെയും കളിപ്പിച്ച് റബ്ബർ തടി കൊണ്ടുവന്നേച്ച് അത് പോളിഷ് ചെയ്ത് ടീക്കൂട്ടിന്റെ വിനീർ ഒട്ടിച്ച് തേക്ക് തടിയാണെന്ന് പറഞ്ഞ് കട്ടിലും കസേര ഉണ്ടാക്കി വിറ്റ് അമിത ലാഭം കൊയ്യാമെന്നല്ല കർത്താവ് ചിന്തിച്ചത്. മാത്രമല്ല, അതിന്റെ മറുവശം പറയട്ടെ, കർത്താവ് കോസ്റ്റ് പ്രൈസിനും അല്ലായിരിക്കും മറ്റത്. കോസ്റ്റ് പ്രൈസ് ഒന്നും അല്ല. കർത്താവ് അധ്വാനിച്ചതിന്റെ വില അതിനെ എടുത്തു കാണും. ന്യായമായ കാര്യങ്ങൾ, അത് തെറ്റില്ല. എന്നാൽ കർത്താവ് എപ്പോഴും ചിന്തിച്ചത് ഇതാണ്: എനിക്കെങ്ങനെ എൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. അങ്ങനെയാണോ കർത്താവ് ചിന്തിച്ചത്? അങ്ങനെയാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട് പറയുന്നു? കർത്താവ് ഒരു പ്രസംഗം പോലും ചെയ്യുന്നതിന് മുൻപേ, ഒരു രോഗിയെ പോലും സൗഖ്യമാക്കുന്നതിന് മുൻപേ, ഒരത്ഭുതമെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആദ്യം സ്വർഗം യേശു കർത്താവിനെ കുറിച്ച് സാക്ഷീകരിച്ച സാക്ഷ്യ വചനം ഇതാ: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ എന്തുവാ പ്രസാദിച്ചത്? അത്ഭുതവും ചെയ്തില്ല, പ്രസംഗവും ചെയ്തില്ല, രോഗികളെ സൗഖ്യമാക്കിയില്ല. ഈ 30 വർഷം ഇവൻ എന്നെ പ്രസാദിപ്പിച്ചു. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ സന്ധാരണത്തിനായി വഴികൾ തേടുമ്പോൾ ഇതൊന്നും തെറ്റല്ല. കാരണം കർത്താവ് ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു ഭക്തന്റെ ചിന്ത ജീവിതം മുഴുവൻ തൻ്റെ പിതാവിനെ പ്രസാദിപ്പിച്ച യേശുവിനെ അനുഗമിക്കുന്ന ഒരു ഭക്തന്റെ ചിന്ത, എൻ്റെ ജോലിയിലും എൻ്റെ പ്രയാസങ്ങളിലും എൻ്റെ ബുദ്ധിമുട്ടിലും ഇതിലെല്ലാം ഉപരിയായി എനിക്ക് എൻ്റെ സ്വർഗസ്ഥനാകുന്ന പിതാവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമെന്നായിരിക്കണം. മനസ്സിലായോ? ഈ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിലാണ് ദൈവജനം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. ഇതാ നമ്മുടെ കാര്യം. മറ്റേ കാര്യമൊക്കെ കർത്താവിന് വളരെ ധൈര്യത്തോടെ പറയാം. കർത്താവ് പറഞ്ഞു, വയലിലെ താമര അതെങ്ങനെ ചമയിക്കപ്പെടുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അതിനെങ്ങനെയാണ് ഭക്ഷണം കിട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രസംഗം എത്ര വർഷം കൊണ്ടാണ് പഠിച്ചതെന്നറിയാം? എത്ര വർഷം കൊണ്ടാണ് തയ്യാറാക്കിയെന്നറിയോ? 30 വർഷം കൊണ്ട് തയ്യാറാക്കിയ പ്രസംഗമാണ് സെർമൺ ഓൺ ദ മൗണ്ട്. 30 വർഷം ജീവിച്ചതാണ് മത്തായി സുവിശേഷം 5:6-7. സ്വർഗസ്ഥനാകുന്ന പിതാവ് എന്നെ കരുതുന്നവനാണെന്ന് 30 വർഷം രുചിച്ചറിഞ്ഞ കർത്താവ് പറയുക: അല്പവിശ്വാസികളെ, എന്തിനാ ഭാരപ്പെടുന്നത്? എന്നെ നോക്ക്, എൻ്റെ പിതാവ് എന്നെ കരുതി നടത്തിയത് ഈ നീണ്ട 30 വർഷങ്ങൾ എനിക്ക് ധൈര്യത്തോടെ പറയാം. അല്ല, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ കർത്താവ് അനുഭവം ഇല്ലാത്തതാണോ പറഞ്ഞെന്ന്? നോ, അനുഭവിച്ചതാ പറഞ്ഞത്.
പിതാവ് കരുതുന്നവനാണെന്നും പിതാവ് പ്രൊവൈഡ് ചെയ്യുന്നവനാണെന്നും അനുഭവിച്ചറിഞ്ഞ കർത്താവ് പറയുക. എന്തിനാ വിചാരപ്പെടുന്നത്? നിങ്ങൾ മുന്നമേ അവൻ്റെ രാജ്യവും അപ്പോൾ ഈ 30 വർഷങ്ങൾ പണി ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും രാജ്യവും നീതിയും അന്വേഷിച്ചു, പിതാവിന് എന്താ പ്രസാദമുള്ളതെന്ന് അന്വേഷിച്ചു. ഇതന്വേഷിച്ചു കൊണ്ടിരുന്ന തൻ്റെ മകനെ, ഏകജാതനെ, പ്രിയപുത്രനെ കരുതി പിതാവ് നടത്തി. ആ ഏകജാതൻ വിളിച്ചു പറയുകയാണ്, എന്തിനാ വിചാരപ്പെടുന്നത്? സ്വർഗസ്ഥനാകുന്ന പിതാവ് ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴയെ കൊടുക്കുന്ന സൽഗുണ സമ്പൂർണനാകയാൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം, നിങ്ങളോ മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അപ്പോൾ ഈ പ്രസംഗമാണ് നമുക്ക് എന്നും വേണ്ടത്. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത്. ഇത് തന്നെയാണ് നമുക്ക് എന്നും വേണ്ടത്. കാരണം നിത്യതയാ നമുക്ക് വലുത്. ആകട്ടെ, ദൈവരാജ്യത്തെക്കുറിച്ച് ചില അടിസ്ഥാനപരമാകുന്ന ഉപദേശം നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തില് പുതിയ നിയമം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യത്തിന്റെ പ്രഖ്യാപനമാണ്. ദൈവരാജ്യത്തിന്റെ പ്രഖ്യാപനമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. 2 വാക്യങ്ങളൊന്ന് ചേർത്ത് വായിക്കണം, കാരണം അല്പം ചില വിശദീകരണം ആവശ്യമാണ്. ഒന്ന്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:17, മറ്റൊന്ന് മർക്കോസിന്റെ സുവിശേഷം 1:14-15. അത് മത്തായിയുടെ സുവിശേഷത്തിലെ വാക്യമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് ഇനിയും മാനസാന്തരപ്പെടുവിൻ. ഇനിയും മർക്കോസിന്റെ സുവിശേഷം 1:14-15. നോക്കുക, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഇത് ഒരേ കാര്യമാണ് പറയുന്നത്. 2 സുവിശേഷകന്മാര് ഉപയോഗിച്ചേക്കുന്നത് 2 പദമാണെന്നേ ഉള്ളൂ. മത്തായി സുവിശേഷത്തിൽ 2-3 റെഫറൻസ് ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളിലും, മത്തായി സുവിശേഷത്തിൽ മാത്രം എല്ലായിടത്തും ദൈവരാജ്യത്തിന് പര്യായമായി ഉപയോഗിച്ചേക്കുന്നത് സ്വർഗരാജ്യം. ബാക്കി എല്ലാ സുവിശേഷകന്മാരും ഉപയോഗിച്ചേക്കുന്നത് ദൈവരാജ്യം. ഞാൻ മുമ്പേ പറഞ്ഞു, ഈ ദൈവരാജ്യത്തിന് അല്ല ഈ സ്വർഗരാജ്യത്തിന് ഇത് പ്രസന്റ് റിയാലിറ്റിയും ഇതിനൊരു ഫ്യൂച്ചർ ആസ്പെക്റ്റുമുണ്ട്. ഇപ്പോഴുള്ളതാകുന്ന യാഥാർത്ഥ്യവും വരുവാനുള്ള കാര്യവും, ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ്, വന്നിരിക്കുന്നു എന്നാ വരാൻ പോകുന്നു. ഈ 2 ഭാഗങ്ങളും ഇതിന് ദൈവവചനത്തിലുണ്ട്. ആകട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവരാജ്യം, രാജ്യമെന്ന് പറഞ്ഞാൽ എന്തുവാ? ആകട്ടെ, രാജ്യമെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അത്ര പിടികിട്ടത്തില്ല. കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്തുവാ? കിങ്ഡം ഓഫ് ബഹ്റിൻ എന്നാ പറയുന്നേ. കിങ്ഡം ഓഫ് ബഹ്റിൻ. ഇവിടെയും കിങ്ഷിപ്പ് തന്നെ, പക്ഷെ കിങ്ഡം ഓഫ് ഖത്തർ എന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്തുവാ? രാജാവ് ഭരിക്കുന്ന ഇടമാണ് കിങ്ഡം. അപ്പം രാജ്യമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതത്ര വ്യക്തമല്ലെങ്കിലും രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ന സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ ആ രാജ്യം. ബഹ്റിൻ എന്ന് പറഞ്ഞാൽ ഇന്ന കുടുംബത്തിൻ്റെയാ, അവർക്കാണ് അവിടെ സർവാധികാരം. അവരാണ് നിർണയിക്കുന്നത് എന്ത് ഈ രാജ്യത്ത് സംഭവിക്കണം. അവരാണ് ഒരു കാര്യത്തിൻ്റെ ഫൈനൽ കോൾ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ
രാജ്യത്തിന്റെ സവിശേഷത, രാജാവിനാണ് അവിടെ സർവാധികാരം. രാജാവ് ചിന്തിക്കുന്നതാ രാജ്യത്ത് നടക്കുന്നത്. രാജാവിന്റെ മുകളിൽ അധികാരം നടത്തുവാൻ ആരെയും രാജാവ് അനുവദിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അർത്ഥം. 1 തിമോഥെയോസ് 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. 1 തിമോഥെയോസ് 6:15. ആ വാക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ധന്യനായ ഏകാധിപതിയും, ശ്രദ്ധിക്കണേ, ധന്യനായ ഏകാധിപതി. ഏകാധിപതി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ എന്നാന്ന്? ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ഇടയിലെ ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പാണ്. എന്നാൽ ആ നെഗറ്റീവ് കൊണോട്ടേഷൻ ഇതിനില്ല. ധന്യനായ ഏകാധിപതി എന്ന് പറഞ്ഞാൽ താനല്ലാതെ, അവിടുന്നല്ലാതെ വേറൊരാളില്ല. There is no rival where God is king. He is the king. അത് മാത്രമല്ല, കിങ് ഓഫ് കിങ്സ് ആണ് അവിടുന്ന്. ബഹ്റിനിലെ രാജാവ് അല്ലെ ഖത്തറിലെ രാജാവ് ഇവിടുത്തെ രാജാവാ, ഈ രാജ്യത്തെ രാജാവാ. ഈ രാജാവ് ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങളിലെ രാജാവാണെന്ന് പറഞ്ഞാൽ നടക്കുവോ? നടക്കുകയില്ല. എന്നാൽ ഈ രാജാവിന്റെ സവിശേഷത, അവിടുന്ന് രാജാധിരാജാവാ, രാജാക്കന്മാരുടെ മുകളിലുള്ള രാജാവ്. പിന്നെ അവിടുന്ന് കർത്താവാ. ഇത് പൗലോസ് എഴുതുമ്പം കൈസറാണ് കർത്താവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയ ഉടനെ പൗലോസ് പറയാ, നോ, സീസർ ഈസ് നോട്ട് ലോർഡ്, മൈ ജീസസ് ഈസ് ലോർഡ് ഓഫ് ലോർഡ്സ്. എന്റെ കർത്താവ് കർത്താവാ. അപ്പൊ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, by the very definition of the term, where God is an absolute monarch, there is no rival for him. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം തന്നെ ദൈവം സമ്പൂർണമായും രാജാധിരാജാവും കർത്താവുമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞത്. ഈ ദൈവരാജ്യം ഈ ഭൂമിയിൽ വരണമെന്നുള്ളതാകണം തൻ്റെ ശിഷ്യന്മാരുടെ ഏറ്റവും പ്രാധാന്യമുള്ള താല്പര്യവും പ്രാർത്ഥനയുമെന്ന് കർത്താവ് പഠിപ്പിച്ചു. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. ശ്രദ്ധിക്കണേ, ശിഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പം ശിഷ്യന്റെ ഏറ്റവും വലിയ അംബിഷൻ എന്തുവാ? അങ്ങയുടെ രാജ്യം വരണമേ. 2, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ ആബ്സല്യൂട്ടാ. കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന് ഇഷ്ടമല്ലാത്തതൊന്നും അവിടെയില്ല. എന്നാൽ ഭൂമിയിൽ ജീവിക്കുന്ന ശിഷ്യൻ പറയുകയാ, എൻ്റെ പൊന്നു കർത്താവേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെ ഞങ്ങളിൽ വരണമേ. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം സമ്പൂർണ്ണ അധികാരിയായി, രാജാധിരാജാവായി, ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞത് തൻ്റെ ശിഷ്യന്മാരിൽ സമ്പൂർണമായി നടക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. അതാണ് ഈ ദൈവരാജ്യം ശക്തിയുള്ളതാ. ഇത് ടോക്കല്ല,
ഇത് വചനമല്ല, ഇത് വാക്കല്ല, ഇത് സംസാരമല്ല, ഇത് ചുമ്മാതെ ഭക്തിയുടെ വേഷം ധരിക്കുകയും അതിൻ്റെ ശക്തി ത്യജിക്കുകയുമല്ല. ഇത് അതിൽ നിന്നും വിഭിന്നമാണ്. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് പവർ. ആരുടെ പവറാ? ദൈവത്തിന്റെ പവർ. ദൈവരാജ്യത്തിന്റെ സവിശേഷത അവിടെ ദൈവശക്തി ഉണ്ടെന്നുള്ളതാ. ഇതിനൊത്തിരി അർത്ഥതലങ്ങളുണ്ട്. അത് ഓരോന്നായിട്ട് വിവരിപ്പാൻ നമുക്ക് സമയമില്ല. നമ്മൾ ദൈവം അനുവദിച്ചാൽ നമ്മൾ ആ കാര്യം നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം കഴിയും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിന് ഇപ്പോഴ് ദൈവരാജ്യമായിരിക്കുന്നെന്നും ഭാവിയിൽ വരാൻ പോകുന്നെന്നും അർത്ഥമുണ്ട്. ചില വാക്യങ്ങളൊന്ന് വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 20-21 കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, 19-20-21 വന്നു. ആ വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വായിച്ചു. പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ കർത്താവ് പറയുകയാണ്, ദൈവരാജ്യം എവിടെയുണ്ട്? നിങ്ങളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഉണ്ട് ദൈവരാജ്യം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 1 മുതൽ വായിച്ചാൽ നമുക്കറിയാം ആ വേദഭാഗം. ദൈവരാജ്യം, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ, അപ്പോൾ ഇനിയും വരാൻ പോകുന്ന കാര്യമായിട്ട് യേശു പറയുന്നു. അപ്പൊ എല്ലാവരും എൻ്റെ ഒപ്പം വരണേ. ദൈവരാജ്യം ഇപ്പം നിങ്ങളുടെ ഇടയിലുണ്ട്, അതേസമയം സ്വർഗരാജ്യം ഇനിയും വരാനും പോകുകയാണ്. ഇത് തന്നെ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20:25 പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്ന എൻ്റെ മുഖം ഇനി നിങ്ങൾ കാണുകയില്ല. അപ്പൊ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. റോമാലേഖനം 14:17 നമ്മൾ ഇന്ന് രാവിലെ പാടിയ പാട്ടിൽ ആ വാക്യമുണ്ട്. ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും. നോക്ക്, അപ്പൊ ദൈവരാജ്യം ഇവിടെയുണ്ട്. എന്തുകൊണ്ടുണ്ട്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, അക്ഷരീകമല്ലാത്തത് കൊണ്ട്. ഇപ്പോൾ നിങ്ങളിൽ ദൈവരാജ്യമുണ്ട്. എന്തുകൊണ്ടുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉള്ളതുകൊണ്ട് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അപ്പൊ എന്നെ ദൈവരാജ്യം ഉണ്ടോന്ന് എങ്ങനെ അറിയാം? ഈ പറഞ്ഞതുണ്ടെങ്കിലുണ്ട്. നിങ്ങളിൽ ദൈവരാജ്യം ഉണ്ടോന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതുണ്ടോ? ഉണ്ട് ദൈവരാജ്യം. ഏത്? നീതിയുണ്ടോ? നീതീകരിക്കപ്പെട്ടെന്ന് ഉറപ്പുണ്ടോ? വീണ്ടും ജനിച്ചെന്ന് നന്നായിട്ട് അറിയാമോ? 2, പരിശുദ്ധാത്മാവിന്റെ നിറവിലാണോ ജീവിക്കുന്നത്? ആത്മാവ് നൽകുന്ന വഴികളിലാണോ നടക്കുന്നത്? ആത്മാവിന്റെ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവരാജ്യം ഉണ്ട് നിങ്ങളിൽ. കൊലോസ്യ ലേഖനം 1:13, 4:11 ആ വാക്യങ്ങൾ വായിക്കേണ്ട. 1:13 നമ്മൾ നേരത്തെ വായിച്ചു. സ്നേഹസ്വരൂപനാകുന്ന പുത്രന്റെ രാജ്യത്തിലാക്കി. എന്നാൽ ദൈവരാജ്യം വരുവാൻ പോകുന്ന കാര്യമായി പൗലോസ് പറയുന്നതും വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:9-10 നേരത്തെ നമ്മൾ വായിച്ചു. അതിന്റെ 15-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 15, 24-ാം വാക്യവും 50-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അന്ന് ഭാവി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അതിന്റെ 40-ാമത്തെ വാക്യം, 50-ാമത്തെ വാക്യം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ശ്രദ്ധിക്കണേ, ദൈവരാജ്യമെന്ന് പറയുന്നത് നമ്പർ 1 തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന മെറ്റീരിയൽ അല്ലെന്ന് ആദ്യമേ പറഞ്ഞു. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാ. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ ആർക്ക് കഴിയത്തില്ല? മാംസരക്തങ്ങൾക്ക് കഴിയത്തില്ല. വരാൻ പോകുന്ന ദൈവരാജ്യം ഒരുപാട് വേദഭാഗങ്ങൾ എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ റെഫറൻസ് മാത്രം പറഞ്ഞു പോകാം.
2 തെസ്സലോനിക്കർ 1:5, ഗലാത്യർ 5:21 നമ്മളിങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ, അതിന്റെ രാഗമോ ആ വിഷയം പറഞ്ഞ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം. അപ്പൊ വരാൻ പോകുന്ന കാര്യം, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എഫേസ്യർ 5:5, 2 തിമോഥെയോസ് 4:18 പൗലോസ് പറയുന്ന ഒരു കാര്യം: കർത്താവിലുള്ള തൻ്റെ അചഞ്ചലമാകുന്ന വിശ്വാസം എന്നെ കർത്താവ് സകലവിധമാകുന്ന ആ പ്രയാസങ്ങളിൽ വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. ദൈവത്തിലുള്ളതാകുന്ന. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? ഇന്ന് ദൈവരാജ്യത്തിലാണ് താൻ ജീവിക്കുന്നത്. ഇന്ന് ജഡത്തെ അനുസരിച്ചല്ല ജീവിക്കുന്നത്. ഇന്ന് ആത്മാവിനെ അനുസരിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും അനുഭവിക്കുന്നത് കൊണ്ട് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയും: സകല കൂട്ടുകെട്ടിൽ നിന്നും ആപത്തുകളിൽ നിന്നും എന്നെ വിടുവിച്ച് തൻ്റെ രാജ്യത്തിൽ അവിടുന്ന് കൊണ്ടെത്തിക്കും. ഈ ഉറപ്പ് നമുക്കുണ്ടോ? ഈ ഉറപ്പുണ്ടാകണം. പലർക്കും ഈ ഉറപ്പില്ല. എന്നാൽ ഞാൻ ബുദ്ധി പറയുന്നു, ഈ ഉറപ്പ് പ്രാപിച്ചേ നിങ്ങൾ ഇന്ന് പോകാവൂ. കാരണം നാളെ കിട്ടുമോ എന്ന് അറിയത്തില്ല. പലരുടെയും ചിന്ത ഇല്ല, പോകുമോ ഇല്ലയോ എന്നൊക്കെയാ ചിന്ത. നോ, പൗലോസ് പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ തികഞ്ഞ കൺവിക്ഷൻ ഉണ്ടാകണം ഓരോ ഭക്തനും. പോകുമോ പോകത്തില്ലയോ, അയ്യോ പോകുമോ എടുക്കപ്പെടുമോ, നോ, തികഞ്ഞ കൺവിക്ഷൻ ഉണ്ടാകണം. എങ്ങനെ തികഞ്ഞ കൺവിക്ഷൻ ഉണ്ടാകും? ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കത്തില്ല. ഇതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഉദ്ദേശിച്ച വിഷയം പോലും ഇന്ന് തീർക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ദൈവരാജ്യം എന്താണെന്നും എന്തല്ലെന്നും കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ച പശ്ചാത്തലം ചിന്തിച്ചാൽ, ഇവരോട് സ്വർഗരാജ്യം സ്വർഗരാജ്യം എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് മത്തായി സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇവരെപ്പോഴും ഭൂമിയിലെ രാജ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവരാ. കാരണം അവർ യഹൂദന്മാരായിരുന്നു. ഭൂമിയിലെ രാജ്യമാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ക്രൂശ് മരണത്തിനും ഉയർപ്പിന് ശേഷം പോലും ശിഷ്യന്മാർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഭൂമിയിലെ രാജ്യമാണ്. മനസ്സിലാക്കണേ. ആദ്യം ഒത്തിരി കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ ഇതെല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചെന്നും ഞങ്ങൾക്ക് എന്നോ കിട്ടുമെന്നും ഒക്കെ ചോദിക്കുമ്പോഴും ഉള്ളിലിരിപ്പ് എന്തുവാ? ആരാണിവിടെ വലിയവൻ എന്നുള്ളതായിരുന്നു. പിന്നെ സെബദി മക്കള് ആണെങ്കിൽ അമ്മയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചു. എന്താ റെക്കമെൻഡ് ചെയ്യിച്ചേ? നിന്റെ രാജ്യത്തിൽ എൻ്റെ ഒരു മോനെ വലത്തും എന്നോ സ്വാർത്ഥതയാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ ആത്മീയമായി ചിന്തിച്ചാൽ അത് സ്വാർത്ഥതയൊന്നുമല്ല. ആ ഒരു താല്പര്യം എല്ലാവർക്കും വേണം. പക്ഷെ അവർ ആത്മീയമായിട്ടല്ല ചിന്തിച്ചത്. അവര് ചിന്തിച്ചത് ഇവിടുന്ന് മെസ്സിഹായ ലോകരക്ഷകൻ അവിടുന്ന് തന്നെയാ. പക്ഷെ മെസ്സിഹ എന്താ ചെയ്യാൻ പോകുന്നത്? മെസ്സിഹ വന്നിട്ട് ഇപ്പൊ റോമൻ നുകം ഇവരുടെ തോളിൽ അങ്ങ് ഭയങ്കര ഭാരത്തിലിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ റോമൻ നുകം കളഞ്ഞിട്ട് വിടുവിക്കുന്ന മെസ്സിഹായ. പല സന്ദർഭങ്ങളിലും ഇത് ശിഷ്യന്മാർ തന്നെ ചോദിക്കുന്നുണ്ട്. ശിഷ്യന്മാർ ചോദിക്കുന്നേ, ഒരുവൻ 1 മൈല് 1 നാഴിക എന്നോടുകൂടെ പോരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടി? അതിൻ്റെ പശ്ചാത്തലം എന്നാന്നറിയോ? റോമൻ ഭരണമാ. റോമൻ ഭരണം നടക്കുമ്പം
യഹൂദന്മാരെ ഇവർ അടിമകളെ പോലെ കരുതുന്നത്. സങ്കല്പിക്കുക, ഒരു റോമൻ പടയാളി അതിലെ നടന്നു പോകുമ്പോൾ അവൻ്റെ ആംസ് ആൻഡ് അമ്മ്യൂണേഷൻസ് ഒക്കെ ഉണ്ട്, അവൻ്റെ പടച്ചട്ട ഇതല്ലോ, ഭയങ്കര ഭാരമുള്ളത് കാര്യമാണ്. ഇതും എടുത്തോണ്ട് പോകുമ്പോൾ ഒരു യഹൂദനെ കാണുന്നു, അവിടെ അവൻ്റെ തോളിൽ തട്ടിയേച്ച് കമോൺ കമോൺ ടേക്ക് ദിസ്, ഇതെടുത്തോണ്ട് എൻ്റെ കൂടെ വരാൻ പറയും. അപ്പം ഇവന് നിഷേധിക്കാനൊക്കെയല്ലോ, എടുത്തോണ്ട് പോയേ പറ്റൂ. പക്ഷെ മാക്സിമം ഇവനെ കൊണ്ട് ചെയ്യിക്കാവുന്നത് 1 നാഴികയാണ്. അതിന് നിയമമുണ്ട്, 1 നാഴിക മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഈ ചോദ്യമാണ് കർത്താവിനോട് ചോദിച്ചത്. കർത്താവേ, അവിടുന്ന് മെസ്സിയാണല്ലോ, കാര്യം ശരിയാ, പക്ഷേ 1 നാഴിക ഇവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യട്ടെ? കർത്താവ് ഉടനെ പറഞ്ഞ മറുപടി, കുഞ്ഞെ, ആ 1 നാഴികയെ ചുമന്നുകൊണ്ട് നടന്നേച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കിയേച്ച് ഇങ്ങനെ ചോദിക്കണം, സർ, വിൽ യു മൈൻഡ് ഇഫ് ഐ ക്യാരി ഇറ്റ് ദ 2nd mile ഓൾസോ? യജമാനെ, ഇത് അടുത്ത നാഴികയൂടെ ഞാൻ നിനക്ക് വേണ്ടി ചുമന്നാൽ മേ ഐ? മനസ്സിലായോ? ഇതാ കർത്താവ് പഠിപ്പിച്ചത്. അവര് ഭൗതികമാകുന്ന വിഷയത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ യേശു പറഞ്ഞു, നോ, 2 നാഴിക അവൻ്റെ കൂടെ ചെല്ല്, 2 നാഴിക ചെല്ല്. അപ്പൊ ഇതുകൊണ്ടാണ് ഉയർപ്പിന്റെ ശേഷവും ശിഷ്യന്മാർക്ക് ഒരു ചോദ്യമേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 1:5. അപ്പോസ്തലപ്രവൃത്തി 1:5 പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ചയിൽ നമ്മൾ വി വിൽ പിക്ക് അപ്പ് വേർ വി ഹാവ് ലെഫ്റ്റ്. അടുത്ത വാക്യം പെട്ടെന്ന് അങ്ങ് വായിച്ചോ, താഴോട്ട്. ഈ കാലത്തിലാണോ രാജ്യം? ശ്രദ്ധിക്കണേ, എപ്പോഴാ ചോദിക്കുന്നത്? ഉയർപ്പ് കഴിഞ്ഞപ്പം. ഒരു കാര്യം വ്യക്തമായി, ഇനിയിപ്പോൾ കർത്താവിനെ ഇവർ പിടിക്കണമെന്ന് വെച്ചാൽ ഒന്നും നടക്കുകയില്ല. കാരണം വാതിൽ അടച്ചിരിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ വന്നേച്ച് സമാധാനം എന്ന് പറയാൻ കഴിയും, എന്തെല്ലാം ചെയ്യാൻ കഴിയും. കാരണം മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഇനി മരിക്കാനൊക്കെയല്ല. കർത്താവേ, ഈ കാലത്തിലാണോ നീ രാജ്യം യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നത്? യഹൂദൻ അക്ഷരികമായി അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ദൈവം 1000 ആണ്ട് വർഷം നിവർത്തീകരിക്കും, അതിന് സംശയമൊന്നുമില്ല. അത് യഹൂദനോടുള്ള ഡീലിംഗാണ്. എന്നാൽ കർത്താവ് അതിന് മറുപടി പറയുന്നില്ല, ഇല്ലെന്നോ ഉണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ, പിതാവ് അതെപ്പോഴേലും ചെയ്തോളും, നിങ്ങൾക്കുള്ള കാര്യമല്ലത്. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തല്ലോ, ഇന്നത് തൊട്ട് ഇന്നത് വരെ. ഈ ഭൂമിയെക്കുറിച്ചും യെശയ്യാവിലും എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ റെസ്റ്റോറേഷൻ. യഹൂദനോട് ചെയ്ത ഉടമ്പടി 1000 ആണ്ട് വർഷം, അതിൻ്റെ 10 മടങ്ങ് അവരുടെ ചിന്തയുടെ അപ്പുറമായിട്ട് ദൈവം നിവർത്തിച്ചു കൊടുക്കും. പക്ഷെങ്കിൽ ഇത് ഡിഫറൻറ്റ്. നിങ്ങൾ എന്ത് ചെയ്യും? ശക്തി ലഭിച്ച ശേഷം, ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ പ്രിയരെ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച ശേഷം ഒരിക്കൽ പോലും അപ്പോസ്തലന്മാർ ഐഹിക രാജ്യത്തെ കുറിച്ച് ചോദിച്ചിട്ടില്ല. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിലെ കാര്യമല്ല വലുത്, സ്വർഗരാജ്യമാവന് വലുത്. ഐ ചലഞ്ച് യു. കാണിച്ചു തരാം, കാണിച്ചതാ. പരിശുദ്ധാത്മാവ് വന്ന ശേഷം ഒരിക്കൽ പോലും അവരുടെ അജണ്ട അതല്ലായിരുന്നു. അവരുടെ രാജ്യം നദി മുതൽ സമുദ്രം വരെയുള്ള ആ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ഉള്ള, ജിയോഗ്രാഫിക്കൽ ബൗണ്ടറീസ് ഉള്ള രാജ്യമല്ലായിരുന്നു വിഷയം. പിന്നെയോ, അവരുടെ ചിന്തയിൽ ദൈവരാജ്യം യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം ദൈവരാജ്യം, ഭൂവതിൽ പിന്നെ സ്വർഗവും. എൻ്റെ പ്രിയരെ, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ടോക്ക്. വർത്താനം പറയുന്നതല്ല,
ഭക്തിയുടെ വേഷം ധരിക്കുകയും അതിൻ്റെ ശക്തി ത്യജിക്കുകയും അല്ല ദൈവരാജ്യം. പിന്നെയോ ദൈവരാജ്യം ശക്തിയിലാകുന്നു. ഈ ശക്തി എന്തെല്ലാം ചെയ്തെന്നുള്ളത് ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ആഴ്ചകളിൽ ചിന്തിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, യഹൂദൻ്റെ ഒരു വലിയ പണ്ഡിതൻ വന്ന് യേശുവിനോട് ചോദിച്ചു, എങ്ങനെയാ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? യേശു പറഞ്ഞ ഒരു മറുപടി ഇത്രയേ ഉള്ളൂ, പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. വീണ്ടും ജനിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നാകുന്നു സുപ്രസാദകാലം. ദൈവരാജ്യം അതിൻ്റെ സകല തേജസ്സോടും കൂടെ ആ മേലോകരാജ്യം വേഗം ഇതാഗമിക്കാറായി. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി തീരുവാൻ ഞാൻ നിങ്ങളോട് ബുദ്ധി പറയുന്നു. ആരെങ്കിലും ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ശേഷം അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നീതിയും സന്തോഷവും ദൈവകൃപയും അനുഭവിക്കുന്നവരായി, സ്വർഗരാജ്യത്തിൻ്റെ ദർശനമുള്ളവരായി നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹോദരൻ